തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ മാറ്റും. സ്വർണ്ണമോഷണ കേസിലെ കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകേണ്ടെന്നാണ് ധാരണ. നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും. മുൻ MP A സമ്പത്തും NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാറുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ അല്പസമയത്തിനകം ചേരും. എന്തായാലും PS പ്രശാന്തിനെ ഇനി തുടരുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. അതിന് കാരണം ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവായിരുന്നു. ഇടക്കാല ഉത്തരവിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ ഭരണസമിതിക്കെതിരെ കടുത്ത പരാമർശമാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ അറിവോടുകൂടി തന്നെയാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്ന രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങളും ഈ ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിരുന്നു. അതല്ലാതെ ഭരണസമിതിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നും ഹൈക്കോടതി ഇന്നലത്തെ ഉത്തരവിൽ മാത്രമല്ല അതിന് മുൻപത്തെ ഇടക്കാല ഉത്തരവിൽ പോലും പറഞ്ഞിരുന്നു. ക്ഷേത്ര സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, എല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ പല ഇടക്കാല ഉത്തരവുകളിലും ഇന്നലത്തേതിലും ഉൾപ്പെടുത്തിയിരുന്നത്. അതിനാൽ തന്നെ ഇനി PS പ്രശാന്തിന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യമാണ്. PS പ്രശാന്തിൻ്റെ കാലാവധി തീരേണ്ടത് ഈ മാസമാണ്. പക്ഷേ ഓർഡിനൻസിലൂടെ കാലാവധി നീട്ടി നൽകുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും പ്രശാന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇനി തുടരാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണോ? CPM നേരത്തെ തന്നെ പ്രശാന്തിനെ മാറ്റാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന കാലാവധി ജൂൺ മുതൽ ജൂൺ വരെ എന്ന തലത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നവംബർ മുതൽ നവംബർ വരെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി. നേരത്തെ ഇത് 3 വർഷമായിരുന്നു. അത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് 2 വർഷമായി ചുരുക്കി തീരുമാനമെടുത്തത്. വീണ്ടും അത് ജൂൺ മുതൽ ജൂൺ വരെ, അതായത് ജൂൺ ആകുമ്പോൾ മണ്ഡല മകരവിളക്ക് സീസൺ കഴിയും. നവംബർ 13-14 മാറുമ്പോൾ അത് സീസണിനിടയിലാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റാൻ CPM ആലോചിച്ചത്. പ്രശാന്ത് തുടരട്ടെ, പ്രശാന്ത് ഇപ്പോഴത്തെ ബോർഡും തുടരട്ടെ എന്നൊരു ധാരണ CPM നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം, സ്വർണ്ണക്കൊള്ള വിവാദം, ആ തീരുമാനങ്ങളിൽ നിന്ന് CPM പിന്നോട്ട് വലിച്ചു. പുതിയ ബോർഡ് തന്നെ വരട്ടെ എന്നാണ് CPM ധാരണ. CPI ആ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പുതിയ ബോർഡാണ് നല്ലത്. ഇപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ CPIയുടെ പ്രതിനിധിക്കെതിരെയും ഒക്കെ ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ വരട്ടെ എന്ന തീരുമാനമാണ് CPM സ്വീകരിച്ചത്. വിളപ്പിൽ രാധാകൃഷ്ണൻ, CPIയുടെ ജില്ലാ കൌൺസിൽ അംഗം, നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹി പ്രസിഡന്റൊക്കെ ആയിരുന്ന നേതാവാണ്. വിളപ്പിൽ രാധാകൃഷ്ണനെ CPIയുടെ പ്രതിനിധിയായി ദേവസ്വം ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യാനാണ് CPIയുടെ ധാരണ. CPMന്റെ പ്രതിനിധിയെ നാളെ തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിക്കുക. സംസ്ഥാന പാർട്ടിക്ക് പല പേരുകളുണ്ടായിരുന്നു. നേരത്തെ NSSന്റെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാറിനെ പ്രസിഡന്റാക്കാൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ ഒരു ആലോചന CPM നടത്തിയിരുന്നു. അദ്ദേഹം അത് അനുകൂലമായി എല്ലാം പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കാൻ. ഏതായാലും സംഗീത് കുമാറിന്റെ പേര് ഇപ്പോൾ പരിഗണനയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം ശ്രീ അജയ് തറയിൽ ടെലിഫോണിലായി ചേരുകയാണ്. ശ്രീ അജയ് തറയിൽ, എന്തായാലും ഇനി പ്രശാന്തുമായിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ്. കാരണം ഈ ഓർഡിനൻസ് കൊണ്ടുവരാൻ ഇനി സാധ്യത കാണുന്നില്ല. ഇത് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ തന്നെയല്ലേ ഇതിന് കാരണമായത്? അതല്ലായിരുന്നുവെങ്കിൽ PS പ്രശാന്തിന് ഓർഡിനൻസിലൂടെ കാലാവധി നീട്ടി നൽകുമായിരുന്നു എന്ന കാര്യം ഉറപ്പായിരുന്നില്ലേ? അല്ല, 2 വർഷത്തെ കാലാവധി നവംബർ 12-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രശാന്ത് പുറത്തു പോകേണ്ടതാണ്. പക്ഷെ ഇതുപോലെ സ്മൂത്ത് ആയിട്ടല്ല പ്രശാന്ത് പുറത്തു പോകേണ്ടത്. പ്രശാന്തിന്റെ കയ്യിൽ 2 വിലങ്ങുകൾ അണിയിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കാരണം ഇത്രയേറെ തീവെട്ടി കൊള്ള ചെയ്ത ലക്ഷക്കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഒരു സ്വർണ്ണ കൊള്ള നടത്തിയ ഇതുപോലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, ആ പ്രസിഡന്റിനെ വളരെ നിരുപാധികമായി നടന്ന് പുറത്തേക്ക് പോകാൻ, സ്വച്ഛന്തമായി പുറത്തേക്ക് പോകാൻ അവസരം കൊടുത്തിരിക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് പ്രതിയാക്കേണ്ടത്. ദേവസ്വം ബോർഡിന് മുൻ പ്രസിഡന്റ് ആയിട്ടല്ല പ്രതിയാക്കേണ്ടത്. അല്ല, പ്രതിയാകില്ല എന്ന് ഉറപ്പില്ലല്ലോ ശ്രീ അജയ് തറയിൽ. പ്രതിയാകുവാനുള്ള സാഹചര്യമാണല്ലോ. കാരണം N വാസു പ്രതിയായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശാന്തും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട സംഭവത്തിൽ അത് 2024 ഇതേ കാര്യത്തിന് തന്നെ ഒരു ഉത്തരവും ഇറക്കിയിരുന്നു. അന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ആയിരുന്നു. അപ്പോൾ വാസു ഏത് രീതിയിൽ ഇടപെട്ടോ അതേ രീതിയിൽ തന്നെ പ്രശാന്തും ഇടപെട്ടിട്ടുണ്ട്.
അല്ല, ആക്ച്വലി പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് ഈ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഇനിയിപ്പോ പുറത്തു പോയതിനു ശേഷം വരാൻ പോകുന്ന അവസ്ഥ വെച്ചാല് പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചെയ്ത തെറ്റ്. ആ പ്രസിഡന്റ് തന്നെ ആയിരിക്കുമ്പോൾ അല്ല, അത് സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമല്ലേ. പുറത്തു പോയാലും അന്വേഷണം കുറച്ചുകൂടി നന്നായി നടക്കുവാൻ പുറത്തു പോയി കഴിഞ്ഞ ആണെങ്കിൽ ഇടപെടലും കുറയുമല്ലോ. തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതി പറഞ്ഞത് ഇത് അന്താരാഷ്ട്ര വിഗ്രഹ കവർച്ചാ സംഘം അവരിടപെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ആർക്കാണ് വിറ്റത്, ആരാണ് കൊണ്ടുപോയത്? മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ ചർച്ച വളരെ സജീവമായി ഉണ്ടാകണം. ഇപ്പോൾ 3 ദ്വാരപാലക ശില്പങ്ങളുണ്ട്, 2 വാതിൽപ്പടികളുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല. 2 വാതിൽപ്പടികൾ, 3 ദ്വാരപാലക ശില്പം, ഒരെണ്ണം അവിടെ വെച്ചിരിക്കുന്നു, ഒരെണ്ണം സ്റ്റോക്ക് റൂമിലിരിക്കുന്നു. ഒറിജിനൽ വിജയമല്ലയ്യ സ്വർണം പതിഞ്ഞത് ഈ രാജ്യത്ത് ഏതോ കോടീശ്വരന്റെ കയ്യിൽ വിറ്റ് കാശ് വാങ്ങിയിരിക്കുന്നു. ഇത് വളരെ നിസ്സാരമായ കാര്യമല്ല, വളരെ ഗൗരവമായ കാര്യമാണ്. മാധ്യമങ്ങൾ ഈ കാര്യം ചർച്ച വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറയുന്നത്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുന്നതാണ്, എങ്ങനെയാണ് ഈ റിപ്ലിക്ക എടുത്തത് എന്ന്. അതിന്റെ ഒരു പകർപ്പ് എടുക്കുന്നു എന്നാണ്, ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അത് കോടതി ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഇതെന്താണ്, ഒന്നിലേറെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അവിടെ എങ്ങനെ? 2 എണ്ണമല്ലേ വരാൻ പാടുള്ളൂ, 2 പാലകർക്കുമായിട്ട് 2 സ്വർണ്ണപ്പാളികൾ. ഇത് അങ്ങനെയല്ല, അതിന് വീണ്ടും 2 സെറ്റ് കൂടി വരുന്നു. 2 അല്ല 6 സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതേ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ അവിടെ സ്ട്രോങ് റൂമിൽ കിടപ്പുണ്ടല്ലോ, അത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ഇടപാട് പോലും, ഇമെയിൽ ഇടപാട് പോലും വന്നു. വിജയമല്ലയ്യ അവിടെ ആക്ച്വലി ഈ ശ്രീകോവിലിന്റെ മുന്നിൽ 2 ദ്വാരപാലകർ എന്ന് പറയുന്നത് കരിങ്കല്ലിൽ അതേപോലെ കൊത്തി ഉണ്ടാക്കിയ ദ്വാരപാലകരാണ് 1998 വരെ. ആ ദ്വാരപാലക ശില്പത്തെ ചെമ്പ് കൊണ്ടൊരു ക്ലാഡിംഗ് ഉണ്ടാക്കി, ആ ക്ലാഡിംഗ് സ്വർണം കൊണ്ട് പൊതിച്ചു. അതാണ് വിജയമല്ലയ്യ ചെയ്തത്. ആ സാധനം കൂടെ അടിച്ചുകൊണ്ടുപോയി, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് ദൈവീകമായ ശക്തി ഉള്ളതാണ്. വർഷങ്ങളോളം അവിടെ ഇരുന്ന് ദൈവശക്തി പ്രാപിച്ചതിനെ വിറ്റ് കാശ് വാങ്ങിയ ശേഷം അത് അടിച്ചുകൊണ്ട് പോയി വിറ്റ് കാശ് വാങ്ങിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് ന്യൂസ് 8 ഏതാണ്ട് 7 വർഷം മുമ്പുള്ള ദ്വാരപാലക ശില്പത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോവും ഇപ്പോഴത്തെ ഫോട്ടോ തമ്മിൽ നോക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അത് ഉറപ്പായി കഴിഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അത് കോടതിക്കും ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഇന്നലെ കോടതി പറഞ്ഞതിൽ ഈ ശ്രീകോവിലിന്റെ പ്രധാന വാതിലിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയുടെ കാര്യമാണ്. അത് സ്ട്രോങ് റൂമിൽ കിടക്കുന്നത് അത് യഥാർത്ഥമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്താണ്, അതിന്റെ ഒരു ആശയക്കുഴപ്പമാണ്. ഇതിപ്പോൾ അതാ പറയുന്നത്, ഈ കളവ് നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം അവശേഷിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ അവശേഷിച്ചിരിക്കുന്നതാണ്. ഇത് ഈ മരം കൊണ്ട്, തേക്ക് കൊണ്ടുള്ള വാതിലാണ്. ആ തേക്ക് കൊണ്ടുള്ള വാതിലിന് പുറത്ത് ചെമ്പ് ക്ലാഡിങ്ങിനകത്ത് ഈ സ്വർണം പൊതിഞ്ഞിരിക്കുന്നതാണ്. ആ വാതിൽ അങ്ങനെ തന്നെ അടിച്ചോണ്ട് പോയിരിക്കും അവര്. മനസ്സിലായില്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും കഴിയാത്തതാണ് ഞങ്ങളെ പോലുള്ള. ഞാനൊക്കെ വർഷങ്ങളായി എല്ലാ വർഷവും പോകുന്ന ആളാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ആളാണ്. ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇത് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി ശ്രീ അജിത് തറയിൽ പ്രതികരിച്ചതിന്. എന്തായാലും ബി അരുൺ കൂടി ചേരുകയാണ്. അരുൺ, എന്തായാലും ഇതിപ്പോൾ ഈ പ്രശാന്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുമോ എന്നുള്ള കാര്യം പോലും വരുന്നുണ്ടല്ലോ ഇപ്പോൾ, അല്ലേ? ഇതുകൂടി ചിന്തിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായും പാർട്ടി, അല്ലേ? അരുണിലേക്ക് വരാം. എന്തായാലും PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാവുകയില്ല. നവംബർ 12-ന് പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഓർഡിനൻസിലൂടെ ജൂൺ വരെ നീട്ടി നൽകുവാനുള്ള ശ്രമം നടന്നു വരികയായിരുന്നു. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. കോടതിയിൽ നിന്ന് ഇത്രയും വലിയ പരാമർശങ്ങൾ പ്രശാന്തിനെതിരെ ഉണ്ടായിട്ടും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് സമയം നീട്ടി നൽകുന്നത് ശരിയല്ല, അത് തടയുമെന്ന് ഇന്നലെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ എന്തായാലും പ്രശാന്തിന് സമയം നീട്ടി നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. നാളെ CPM സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. പുതിയ ഭരണസമിതിയെ തീരുമാനിക്കും. അതിൽ പ്രസിഡന്റ് മാത്രമല്ല 2 അംഗങ്ങൾക്കും ഒഴിയേണ്ടി വരും. ഈ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിധി അത് തള്ളിക്കളയുവാൻ പറ്റുകയില്ല സർക്കാരിന്. അത്രയും ഗുരുതരമായ പരാമർശങ്ങൾ കഴിഞ്ഞ തവണ ഇടക്കാല ഉത്തരവ് ഉണ്ടായ സമയത്ത് PS പ്രശാന്ത് പറഞ്ഞിരുന്നതാണ്. തനിക്കെതിരെയുള്ള പരാമർശങ്ങൾ അത്
നിർഭാഗ്യകരമാണ്. അത് കോടതിക്ക് അതിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതാണ്. അതിനാൽ അവ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായ പരാമർശങ്ങളാണ് ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ടും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുകയും അതുമാത്രമല്ല ദുരൂഹമായ ചില ഇടപാടുകൾ 2024 സെപ്റ്റംബറിലും 2025 സെപ്റ്റംബറിലും നടന്നിട്ടുണ്ട് എന്ന് ഓരോ തീയതി വെച്ച് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതായത് സ്വർണ്ണപ്പാളികൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടുവാൻ അനാവശ്യമായ ധൃതി കാണിച്ചു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒപ്പുവെച്ചിരുന്നു അതിൽ എന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതി ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇനി പ്രശാന്തിന് തുടരുവാൻ സാധിക്കുകയില്ല. ഇനി തൊടുന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് CPM സെക്രട്ടേറിയറ്റ് നാളെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അതിൽ NSSന്റെ പ്രതിനിധി എന്ന രീതിയിൽ NSSന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അതേസമയം A. സമ്പത്ത് മുൻ MP അദ്ദേഹത്തിന്റെ പേരും സജീവമായ പരിഗണന